ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും കഥ കേൾക്കുന്ന ഒത്തിരി ഇഷ്ടമാണല്ലോ. ഇന്ന് നിങ്ങളുടെ അടുത്ത് ഞാൻ ഏത് കഥയാണ് പറയാൻ വന്നിരിക്കുന്നതെന്ന് അറിയാമോ? ഒരു കോഴിയമ്മയുടെ കഥയാണ്. കോഴിയമ്മയുടെ പേരെന്താണെന്നറിയാമോ? പിങ്കിയമ്മ. പിങ്കിയമ്മയ്ക്ക് 10 മക്കളുണ്ടായിരുന്നു. ഈ 10 മക്കളുമായിട്ടൊരു ദിവസം പിങ്കിയമ്മ അവർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് മുറ്റത്തൂടി ഇങ്ങനെ ചിക്കിയും ചികഞ്ഞും അവർക്ക് പുഴുവിനെയും അവിടെ കിടന്ന അരിമണികളുമൊക്കെ കൊത്തിപ്പെറുക്കി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുഞ്ഞുങ്ങളാവട്ടെ അവർ വളരെ സന്തോഷത്തിലാണ്. അവർ മാവിൻ ചൂട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് പല ജീവികളെയും അതുപോലെ മാവിൽ തത്തി കളിക്കുന്ന അണ്ണാറക്കണ്ണനെയും ഒക്കെ നോക്കി അവരിങ്ങനെ സന്തോഷത്തോടെ അവർ ഭക്ഷണം കഴിച്ചു പോവുകയാണ്. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം ഈ കുഞ്ഞുങ്ങൾ അമ്മയോട് പറയുകയാണ്, അമ്മേ, ഞങ്ങളെയും പറക്കാൻ പഠിപ്പിക്കുമോ? കോഴിക്കുഞ്ഞുങ്ങൾ എവിടെയെങ്കിലും പറന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കോഴിക്കുഞ്ഞുങ്ങൾക്ക് പറക്കാൻ കഴിയത്തില്ല, പക്ഷെ അവർക്കത് അറിയത്തില്ല. അവരമ്മയോട് പറഞ്ഞു, ഞങ്ങളെ പറക്കാൻ പഠിപ്പിക്കണം. അപ്പോൾ അമ്മ പറഞ്ഞു, മക്കളെ, നിങ്ങൾക്കൊരിക്കലും വേണ്ടുന്ന പക്ഷികളെ പോലെ പറക്കുവാൻ പറ്റുകയില്ല. നിങ്ങളുടെ ശരീരഘടന അതിന് യോജിച്ചതല്ല. പക്ഷേ ഈ കുഞ്ഞുങ്ങളുണ്ടല്ലോ, നിങ്ങളെപ്പോലൊക്കെ തന്നെ വളരെ നിർബന്ധ ബുദ്ധിയുള്ളവരായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല, പറ്റത്തില്ല, ഞങ്ങൾക്ക് പറക്കാൻ പഠിച്ചേ പറ്റത്തുള്ളൂ. അമ്മ ഞങ്ങളെ പറക്കാൻ പഠിപ്പിക്കണമെന്ന് അവർ നിർബന്ധം പിടിച്ച് അവർ വാശി പിടിച്ച് കരയാനായിട്ട് തുടങ്ങി. അങ്ങനെ അവർ വാശി എടുത്ത് കരയാൻ തുടങ്ങിയപ്പോൾ അമ്മ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി. അമ്മ പറഞ്ഞു, ശരി, ഞാൻ നിങ്ങളെ പറക്കാൻ പഠിപ്പിക്കാം. പക്ഷേ പറക്കാൻ പഠിപ്പിക്കണമെങ്കിൽ അതിന് നിങ്ങളെ പഠിപ്പിക്കാൻ ഒരു സാറുണ്ടാകണം, അല്ലെങ്കിൽ ഒരു ആശാൻ ഉണ്ടാകണം പറക്കാൻ പഠിപ്പിക്കാൻ. അതിന് ആദ്യ കോഴിയമ്മ ചെന്ന് ആരുടെ അടുത്ത് ചെന്ന് ചോദിച്ചെന്നറിയാമോ? മിന്നിക്കുരുവിയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു. മിന്നിക്കുരുവി, എൻ്റെ മക്കളെ നിനക്ക് പറക്കാൻ പഠിപ്പിക്കാൻ പറ്റുമോ? അപ്പം മിന്നിക്കുരുവി ചിരിച്ചിട്ട് പറഞ്ഞു, കോഴിയമ്മ, നീ എന്ത് ചോദ്യമായി ചോദിക്കുന്നത്? ഞാൻ വളരെ ഭാരം കുറഞ്ഞ വളരെ ചെറിയ ഒരു ജീവിയല്ലേ. എന്നേക്കാൾ തൂക്കമുള്ള നിൻ്റെ മക്കളെ ഞാനെങ്ങനെയാണ് പറക്കാൻ പഠിപ്പിക്കുന്നത്? എന്നാൽ കാക്കയും പരുന്തുമൊക്കെ നിൻ്റെ മക്കളെ, അതായത് കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ കൊത്തിക്കൊണ്ട് പോകുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അവരെ എടുക്കാൻ പറ്റുന്ന കഴിവുള്ളതായ കാക്കയോടും പരുന്തിനോടും പറഞ്ഞാൽ ഒരുപക്ഷെ അവർ പഠിപ്പിക്കുമായിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ പിങ്കിയമ്മ എന്ത് ചെയ്തു? നീലിമലക്കാട്ടിലെ കാക്കയമ്മയോട് എന്ന് ചോദിച്ചു, എൻ്റെ കുഞ്ഞുങ്ങളെ പറക്കാൻ പഠിപ്പിക്കുമോ? കാക്കയമ്മയ്ക്ക് ഒത്തിരി സന്തോഷമായി. കാക്കയമ്മ പറഞ്ഞു, പിന്നെന്താ, ഞാൻ നിൻ്റെ മക്കളെ പറക്കാൻ പഠിപ്പിക്കാം. അങ്ങനെ കാക്കയമ്മ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായിട്ട് വന്നു. ആദ്യത്തെ ദിവസം പിങ്കിയമ്മയ്ക്ക് എത്ര മക്കളുണ്ടായിരുന്നു? ഞാൻ പറഞ്ഞത് 10 മക്കളല്ലേ. ആദ്യത്തെ ദിവസം അതിൽ 1ാമത്തെ കോഴിക്കുഞ്ഞിനെയും കൊണ്ട് ഈ നീലിമലക്കാട്ടിലെ കാക്ക പറക്കാൻ പഠിപ്പിക്കാൻ ഞാൻ കൊണ്ടുപോയി ട്രെയിനിങ് കൊടുക്കാമെന്ന് പറഞ്ഞ് ഈ കോഴിക്കുഞ്ഞിനെ എടുത്തുകൊണ്ട് പറന്ന് ദൂരെയുള്ള മലയിലേക്ക് പോയി. എന്നിട്ട് വൈകുന്നേരമായപ്പോൾ തിരിച്ചു വന്നു. അപ്പോൾ കോഴിയമ്മ സന്തോഷത്തോടെ ചോദിച്ചു, എൻ്റെ മകൻ പറക്കാൻ പഠിച്ചോ? അവൻ എന്തിയേ? അപ്പോൾ കോഴിയമ്മയോട് പറയുകയാണ്, നിൻ്റെ മകൻ അവിടെ വളരെ നന്നായിട്ട് പറക്കാൻ പഠിച്ചു, വേഗം പറക്കാൻ പഠിച്ചു. അവനവിടെ പറന്ന് ആ മലയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് നടക്കുകയാണ്. ഇന്ന് വരുന്നില്ല, 2 ദിവസം കഴിഞ്ഞേ വരികയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ കാക്ക ഓരോ ദിവസവും കോഴിയമ്മയുടെ ഓരോ മക്കളെയും കൊണ്ടുപോയി പറക്കാൻ പഠിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് കൊണ്ടുപോയി. പക്ഷേ കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പിങ്കിയമ്മയുടെ മക്കൾ ആരും തിരിച്ച് വീട്ടിലേക്ക് വന്നില്ല. അപ്പോൾ പിങ്കിയമ്മയ്ക്ക് ഒത്തിരി വിഷമമായി. വിഷമമായിട്ട് പിങ്കിയമ്മ ചുറ്റുപാടുമുള്ള കുറേ പക്ഷികളെയൊക്കെ കൂട്ടിയിട്ട് ബഹളം വെച്ചപ്പോൾ അവരിൽ പറക്കാൻ കഴിവുള്ള വേറെ പക്ഷികൾ അങ്ങ് നീലിമലക്കാട്ടിൽ ചെന്ന് നോക്കി, ആ മലഞ്ചെരുവിൽ ചെന്ന് നോക്കിയപ്പോൾ എന്താണ് സംഭവിച്ചതെന്നറിയാമോ? ഓരോ ദിവസവും കുഞ്ഞുങ്ങളെ പറക്കാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ഈ കാക്ക കൊണ്ടുപോയിട്ട് ഈ കുഞ്ഞുങ്ങളെയെല്ലാം ഭക്ഷണമാക്കുകയായിരുന്നു. തൻ്റെ ദുരവസ്ഥ ഓർത്തിട്ട് പിങ്കിയമ്മ വല്ലാതെ കരഞ്ഞു. പിങ്കിയമ്മ തല തല്ലി ഒത്തിരി കരഞ്ഞു. പക്ഷേ അപ്പോൾ പിങ്കിയമ്മ തിരിച്ചറിഞ്ഞ ഒരു യാഥാർത്ഥ്യമുണ്ട്. ഞാൻ എൻ്റെ മക്കളെ വളർത്തേണ്ടതുപോലെ വളർത്തിയിരുന്നെങ്കിൽ, അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ശിക്ഷണ നടപടികൾ പറഞ്ഞു കൊടുത്ത് അവരെ വളർത്തിയിരുന്നെങ്കിൽ ഒരിക്കലും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഈ ഗതി വരികയില്ലായിരുന്നു. ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, സദൃശവാക്യം 22-ന്റെ 6-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. നിങ്ങൾ എത്ര പേർക്ക് ആ വാക്യം അറിയാം? പലർക്കും ആ വാക്യം അറിയാം, അല്ലെ? ആ മിടുക്കർ, അവർക്കൊക്കെ അറിയാം. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അഭ്യസിപ്പിച്ചാൽ, അതായത് കുഞ്ഞുങ്ങൾ ചെറിയ പ്രായമാകുമ്പോഴേ അവരെ ദൈവവചനം പറഞ്ഞു കൊടുത്ത് നടക്കേണ്ട രീതിയിൽ അഭ്യസിപ്പിച്ചാൽ അവരൊരിക്കലും നാശത്തിലേക്ക് ആയിപ്പോവുകയില്ലെന്നുള്ള യാഥാർത്ഥ്യം പിങ്കിയമ്മ തിരിച്ചറിഞ്ഞു. പ്രിയ കൂട്ടുകാരെ, ഈ പിങ്കിയമ്മയ്ക്ക് സംഭവിച്ചതുപോലെ, അതായത് കുഞ്ഞുങ്ങളെ നടത്തേണ്ട രീതിയിൽ പരിശീലിപ്പിക്കുവാൻ കഴിയാതെ പോയതുകൊണ്ട് തൻ്റെ മക്കളെയെല്ലാം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ, മാതാപിതാക്കൾ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അനുസരിച്ച് മാതാപിതാക്കൾ തരുന്ന ശിക്ഷണത്തിനനുസരിച്ച് പോയാൽ നിങ്ങൾക്കൊരിക്കലും നാശത്തിൻ്റെ പാതയിൽ നിങ്ങളായിപ്പോവുകയില്ല. പകരം അനുസരണമുള്ള കുഞ്ഞുങ്ങളായി വളർന്നു വരുവാൻ ദൈവം നിങ്ങളെ എവരെയും സഹായിക്കട്ടെ. അടുത്ത കഥയുമായി എത്തുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.